ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പോലെ തന്നെ ഇന്നും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. രാവിലെ നമ്മൾ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാ അരിപ്പൊടിയാണ്. അത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇനി തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടാക്കി എടുക്കണം. അപ്പോൾ ചായ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാനുള്ള എല്ലാം പ്രിപ്പറേഷൻ എല്ലാം നടത്തുന്നത്. എന്ന് വെച്ചാൽ ചായ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. ഒരു ചെറിയ ചൂട് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ചായ ഇട്ട് വെച്ചിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ന് ചായ എടുത്ത് കുടിക്കും. പിന്നെ നമ്മുടെ വാവന്മാർക്ക് രാവിലെ പാലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവർ ചായയാണ് കുടിക്കാറ്. പാലും കുടിക്കും, വല്ല ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിലേ കുടിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പാല് അല്ലാണ്ട് കുടിക്കാൻ. എൻ്റെ പൊന്നല്ലയോ ഏ അപ്പോൾ വൈശു എന്തോ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിണങ്ങി പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊന്നേ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ പിണങ്ങി അങ്ങിരുന്നോളൂ. അപ്പോൾ നമ്മുടെ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈശു പുഴുങ്ങിയ ഏത്തയ്ക്ക കഴിക്കില്ല കേട്ടോ, അല്ലാണ്ടുള്ള ഏത്തയ്ക്കയാണ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം പുഴുങ്ങിയ ഏത്തയ്ക്ക. പിന്നെ വാവ ഒരു 1-2 തിന്നും കേട്ടോ. അത് മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് വെച്ച് തിന്നും. വേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷർട്ടൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, എന്നെ കാണിക്കരുത്, തേക്കുന്ന മാത്രം എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഏട്ടൻ കൊണ്ട് ഉപ്പൊന്നും ഇടാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു വീഡിയോ എടുത്തു. നമ്മുടെ വീട്ടിലെ കൊലയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു കല്ല് കണക്കൊരു സാധനമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഒരു പഴത്തിൽ നിന്ന് എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കി പഴത്തിനകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ, രാവിലത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ജോലി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കൈ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പാത്രങ്ങളൊക്കെ അന്നേരം കഴുകി വെക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി കിടന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈശിക ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഏത്തയ്ക്ക അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കും പുഴുങ്ങിക്കഴിഞ്ഞാൽ. പുഴുങ്ങിയതല്ല അല്ലെങ്കിലും അവൾ കഴിക്കും. അപ്പോൾ ഇപ്പോൾ പുഴുങ്ങി വെച്ചിരുന്നതായതുകൊണ്ട് അത് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് എടുത്ത് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇച്ചിരി കഴിച്ചു. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, എനിക്ക് താമസിച്ചു എൻ്റെ എല്ലയോ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് അത് മേടിച്ചു. പിന്നെ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് കളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഏട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിച്ചു. അപ്പോൾ വീട്ടിലുള്ള ദിവസങ്ങളിലത്തെ പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കഴിച്ച് 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 ഇങ്ങനെ ഇരിക്കണം. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന പണിയൊന്നുമില്ല കേട്ടോ. ഒന്നുകിൽ ഉറങ്ങണം, അല്ലെങ്കിൽ കഴിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പം ടി വി, ഫോൺ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ഇവരൊക്കെ കഴിക്കണം. അല്ലാണ്ട് ഇവർ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല കേട്ടോ. കണ്ടുകൊണ്ടിരുന്ന് തണ്ണിമത്തനെ തിന്നു. അപ്പം നമ്മുടെ ഉച്ചക്കിടത്തെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. നമ്മുടെ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ നമ്മുടെ വഴുതനങ്ങ വറുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ. പിന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ഏട്ടൻ വന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ നേരത്തെ അവർ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ ഏട്ടൻ വന്നപ്പോൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു, അപ്പോൾ അതുണ്ടാക്കി. പിന്നെ മെഴുക്കുവരട്ടി ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. വഴുതനങ്ങ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. സാമ്പാർ അതുപോലെ, സാമ്പാറുണ്ടെങ്കിൽ ഇവൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത് മൂന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വാവന്മാരിരുന്ന് കുറേ നേരം കളിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളിത് വൈശുവിൻ്റെ സ്കൂളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈശുവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ക്ലാസ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ആക്കി ക്ലാസ്സൊക്കെ പെയിൻറ്റ് ചെയ്തു. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളും കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ നമ്മുടെ MLA സുജിത്ത് വിജയൻപിള്ളയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കലച്ചേച്ചി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയുണ്ട്, കലച്ചേച്ചി. അപ്പോൾ പുള്ളിക്കാരിയുണ്ട് ഇവിടെ, പ്രസിഡൻ്റാണ്, നമ്മുടെ ഇവിടുത്തെ വാർഡിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയും വരുന്നുണ്ട് ഗസ്റ്റായിട്ട്. അപ്പോൾ അവർക്കൊക്കെ പൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വൈശുവിനെ ഇവിടെ വിളിച്ചത് കേട്ടോ.
അപ്പോൾ വേറെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം. ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഉദ്ഘാടനമുണ്ട്, പരിപാടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവന്നതാണ്. അപ്പോൾ സ്റ്റേജിൽ കയറാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ദേ ഇവിടെ ആനയും ജിറാഫും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി വേറെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ടൊക്കെ. ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈശിക ഇവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കണം. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആൾ നിൽക്കുന്നെന്നുള്ളൊരു അങ്ങനെയുള്ള ബോധമൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും നിന്നാലും ഡാൻസ് കളിച്ചിരുന്നു. പക്ഷേ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ എന്താ ആരെങ്കിലും ഇങ്ങനെ പറയത്തില്ലേ മോളെ ഒരു ഡാൻസ് കളിക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ എവിടെ പാട്ട് കേട്ടാലും അപ്പോൾ ഇവർ ഡാൻസ് കളിച്ചിരിക്കും. അത് നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഇട്ടാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ ദേ ഇവരുടെ ഒരു UKGയുടെ ഭാഗമായിട്ടൊരു ഗ്രൂപ്പ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറൊക്കെ ഇങ്ങനെ നിന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. ടീച്ചർമാരിങ്ങനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമാണോ വിഷമമാണോ എന്നറിയത്തില്ല. എൻ്റെ കണ്ണൊക്കെ നിറയും ഇവരിങ്ങനെ നിന്ന് കളിപ്പിക്കുന്നത് കാണുമ്പോഴേ. അപ്പോൾ അതേണ്ട ഇവിടുത്തെ വർണ്ണക്കൂടാരമൊക്കെ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് റൂമെല്ലാം ആദ്യം ഓരോരുത്തർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇത് ലാസ്റ്റത്തെ ഉദ്ഘാടനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ വൈശുവിനോട് പൂ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ പൂ എടുക്കും. അപ്പോൾ വേറെ പിള്ളേരുണ്ടായിരുന്നു, അവരൊക്കെ കൊടുത്തു. ഇനി അടുത്തത് വൈശുവിൻ്റെ കൂടാണ് കേട്ടോ. അവൾക്ക് എന്തായാലും 2 പേർക്ക് കൊടുക്കാൻ പറ്റി. അപ്പം വേറെ ആരുടെയൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ വന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് 2 പേർക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവളിങ്ങനെ സ്റ്റേജിലൊക്കെ കയറുന്നത് കണ്ടപ്പം. പിന്നെ നമ്മുടെ വാവ ഇവിടെ ഇരുന്ന് ഭയങ്കര ഊഞ്ഞാലാട്ടവും പാട്ടും ഡാൻസും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തെല്ലാം കയറിയിട്ട് കളിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ അത്. പേരെടുത്ത് പറയാനാണെങ്കിൽ കുറേയേറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും മനസ്സിൽ സ്മരിക്കുന്നു, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു, അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. മുൻ അധ്യാപകർ അതുപോലെ തന്നെ മുൻ PTA കമ്മിറ്റിയിലും SMCയിലും ഒക്കെ അപ്പോൾ നമ്മുടെ വൈശികയാണ് കേട്ടോ ഇവിടെ നിന്ന് തെള്ളിയിട്ട് തരുമോ തെള്ളിയിട്ട് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഊഞ്ഞാലേ ഇരുന്ന് ആട്ടിത്തരുമോ ആട്ടിത്തരുമോ എന്നാണ് കേട്ടോ ആ ചോദിക്കുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ പറയും തെള്ളത്തില്ലേ നമ്മളിങ്ങനെ, അപ്പോൾ അതിനാണ് തെള്ളിയിട്ട് തരുമോ തരുമോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ കറങ്ങുന്ന സാധനത്തിൽ കയറി കേട്ടോ. അപ്പോൾ വൈശികയ്ക്ക് ഇരിക്കാൻ സ്ഥലം, വൈശുവിന് സ്ഥലമില്ലായിരുന്നു ആദ്യം. അപ്പോൾ അവളെ കുഞ്ഞാവയുടെ പുറകിൽ ഇരുത്തി, എന്നിട്ട് അവളെ ഇറക്കിയിട്ട് നമ്മുടെ വൈശികയെ കയറ്റിയിരുത്തിയായിരുന്നു കേട്ടോ. അപ്പം ഒരു കുഞ്ഞൊരു കുഞ്ഞാവയായിരുന്നു. വൈശികയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. ഭയങ്കര ഇതായിരുന്നു. അതിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നപ്പം നമ്മുടെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴക്കിട്ട് കേക്ക് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ ഏട്ടനങ്ങനെ കേക്ക് മുറിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങളിതുപോലെ വഴക്കിട്ടിട്ട് അങ്ങനെ ഞങ്ങൾക്ക് കേക്ക് മേടിച്ചിട്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും മേടിച്ചില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് വായിലൊക്കെ ഒന്ന് വെക്കാം, അതല്ലേ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് കേക്കൊക്കെ മുറിച്ചു. അതിൻ്റെ കൂടെ ഏട്ടൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. മുട്ട പപ്സ്, സമൂസ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു സെലിബ്രേഷനായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനിങ്ങനെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഞങ്ങളൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേ കുറച്ചും കൂടി ഇതായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ. അമ്മയൊക്കെ വരും. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കായാലും ഇവളുമാരുടെ ബർത്ത്ഡേക്കായാലും അമ്മയൊക്കെ വരാറുണ്ട്. അപ്പം വൈശുവിൻ്റെ ബർത്ത്ഡേക്കായാലും എല്ലാവരും വരും കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.